ഗൈസ് പറയ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ, പണ്ട് ഉമ്മൊക്കെ കുട്ടിയായിരുന്ന ടൈമിൽ എന്താ അവർ അണ്ടിപ്പുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അടുത്തത്തെ വീട്ടിലത്തവർ കുറച്ച് ഈ പറങ്കി മാങ്ങേൻ്റെ കശുവണ്ടി എന്ന് പറയില്ലേ, അണ്ടിപ്പരിപ്പ്, ആ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അണ്ടി ആയിങ്ങാണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് തീയിൽ വെച്ച് ചുട്ടെടുത്തിട്ട് അതിൻ്റെ പരിപ്പെടുത്ത് അപ്പോൾ അത് വെച്ചിട്ട് ഉമ്മ പറഞ്ഞു നമുക്ക് എന്നാൽ ഒരു നൊസ്റ്റാൾജിക് സംഭവം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇച്ചിരി അരിയൊക്കെ എടുത്ത് വറുത്ത് അത് പൊടിച്ച് അതിലേക്ക് ശർക്കരയൊക്കെ ഇട്ട് പൊടിച്ചെടുത്തിട്ട് പിന്നെ തേങ്ങയും പിന്നെ ഈ പൊടിച്ച് വെച്ച എന്താ പറയുക ചുട്ട് വെച്ച അണ്ടിപ്പരിപ്പും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു ഉരുള ഉണ്ടാക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെയാണ് ഇവർ അണ്ടിപ്പുട്ട് എന്ന് പറഞ്ഞു കണ്ട് വിശേഷിപ്പിക്കുന്നത്. സംഭവം കഴിക്കാതെ ടേസ്റ്റാണ്. ഇച്ചിരി ഏലക്കായിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ച് ഇതാണ് സംഭവം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പം ഞങ്ങൾ അടുപ്പിലായിരുന്നു കേട്ടോ അണ്ടി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇടയ്ക്കൊന്ന് അടുപ്പിൻ്റെ ഒരു ചിത്രമൊക്കെ കാണിച്ച് തന്നത്. പക്ഷേ ഇവർ ചെറുപ്പത്തിൽ കരിയിലകൾ കൂട്ടിയിട്ടിട്ട് അതിനകത്ത് ഈ പറങ്ങി മാങ്ങേൻ്റെ അണ്ടി ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ അത് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ചുറ്റിനിരുന്ന് നല്ല രസമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മളത് അനുഭവിക്കാത്തതോടെ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിച്ച് നിങ്ങൾ ഈ അണ്ടിപ്പുട്ടും കൂട്ടി കഴിച്ചു.